ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് കടായിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ അളവനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇനി നമുക്കിത് ചതച്ചെടുക്കണം. തോരന് ചതച്ചെടുക്കുന്നത് പോലെ ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കട്ടെ. ഇതാ ഇവിടെ ഇപ്പോൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പലഹാരം മധുരത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ മധുരം ചേർക്കാതെയാണ് പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ തരിതരിപ്പോട് കൂടിയ വറുത്ത പുട്ടുപൊടി തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പാകത്തിനുള്ളതായിരുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിന് നല്ല ചൂടാണല്ലോ ഉള്ളത്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിന് ചെറിയ ചൂടാണുള്ളത്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ദാ ഇവിടെ ഇപ്പോൾ മിക്സ് മുഴുവനും കുട്ടി കുട്ടി ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഇഡ്ഡലിപ്പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തട്ടിൻ്റെ മുകളിൽ ചിരകിയ നാളികേരം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ബോൾസ് ഓരോന്നും തട്ടിലേക്ക് വെച്ച് കൊടുക്കാവൂ. അല്പം ചിരകിയ നാളികേരം ഇതിൻ്റെ മുകളിലായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലിപ്പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് എളുപ്പത്തിൽ തന്നെ കുക്കായിട്ട് കിട്ടും. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 8 തുടങ്ങി 10 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പലഹാരത്തിൻ്റെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പുട്ടുപൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്